ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ചട്നിയാണ്. വളരെ എളുപ്പത്തിൽ, അതായത് ഒരു 5 മിനിറ്റ് പോലും വേണ്ട അത്ര എളുപ്പത്തിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും, കൂടുതലും ചോറിനാണ് ഇത് നല്ലത്. ആക്ച്വലി ടൊമാറ്റോ ചട്നി എന്റെ പപ്പയുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. പപ്പ ഇപ്പോ ഇല്ല. അപ്പൊ എന്തൊക്കെ കൂട്ടാനുണ്ടെങ്കിലും പപ്പ ഈ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ പറയും. അപ്പൊ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കൂട്ടാൻ വേണ്ടവർക്ക്, വേറെ ഒരു കൂട്ടാനുമില്ല, എന്തു കൂട്ടി കഴിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു നല്ല ഒരു ഡിഷാണിത്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ വേണം ഇതിന്, അത് മറക്കരുത്. മറ്റുള്ള എണ്ണയിൽ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനിയിപ്പോ വെളിച്ചെണ്ണ ഇല്ല, ഇതുണ്ടാക്കണമെന്നുള്ളവർക്ക് ഉണ്ടാക്കാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാ കുറച്ച് ടേസ്റ്റ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില, ഇനി അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ആ നീളത്തിൽ തന്നെ അരിയണേ. ഇത് 2 സവാളയാണ്. ഈ വലിപ്പമുള്ള 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊത്തിരി അങ്ങ് വയളണ്ട, എങ്കിലും ഒരു പരുവത്തിനേക്കാൾ കൂടുതൽ വയളണം. ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കില്ല, പച്ചമുളകാ ചേർക്കുന്നേ. അപ്പൊ പച്ചമുളക് മുളകിന്റെ എരി അനുസരിച്ചാണേ. ഞാനിപ്പോ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഈ ചട്നിക്ക് സവാള ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. അതിന്റെ ഒരു ക്രിസ്പി ഉണ്ടല്ലോ, അത് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ആവണം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിക്ക് ഇടാം. തക്കാളിക്ക് ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം. ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒരു 7 തക്കാളിക്ക് എടുത്തേക്കുന്നത്. കുഞ്ഞി തക്കാളിക്ക് 7 എണ്ണം എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, തക്കാളിക്ക് കൂടി സവാള കുറഞ്ഞാൽ തക്കാളിക്കയുടെ പുളിയായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ വരരുത്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിടണേ. കാരണം പുളി കൂടിയാല് അതിന്റെ അത്ര ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരില്ല. ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ തീ മീഡിയത്തിലാണ് വെച്ചേക്കുന്നേ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോ ഇതിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി ഇത് അടച്ചിടണ്ട, ഇച്ചിരി തീ കൂട്ടിയിട്ട് ആ വെള്ളം അങ്ങ് പറ്റിച്ചെടുത്താൽ മതി. ഇത് നമ്മള് അടച്ചിടുമ്പോ ഒത്തിരി നേരം അങ്ങ് അടച്ചിടരുത്. 1-2 മിനിറ്റ് അത്ര മതിയാക്കുക. അല്ലെങ്കിൽ ആ തക്കാളിക്ക് അങ്ങ് ഒത്തിരി അങ്ങ് അവിഞ്ഞു പോവും. അങ്ങനെ ആവരുത്. ഇനി ഇതിന്റെ ആ വെള്ളം ഒന്ന് പറ്റിയാൽ മതി. ഇപ്പോ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റില് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, ഒന്നിൽ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. എനിക്കറിയാം നിങ്ങൾ പലരും ഇത് പല രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട്. മുളക് പൊടി ഇടാറുണ്ട്, മല്ലിപ്പൊടി ഇടുന്നവരുണ്ട്, ഗരം മസാല ഇടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല പ്രത്യേകിച്ച് ചൂട് ചോറും ഇതും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാന്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വളരെ എളുപ്പമല്ലേ ടൊമാറ്റോ ചട്നി ഇങ്ങനെ ഉണ്ടാക്കാൻ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.